നമസ്കാരം. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി കനയ്യകുമാറിനെതിരെ ആക്രമണം. മാലയിടാനെന്ന വ്യാജേന എത്തിയ സംഘം മർദ്ദിക്കുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ട്. കനയ്യകുമാറിന്റെ ദേഹത്ത് മഷിയൊഴിക്കുകയും ചെയ്തു. സംഭവത്തിന്റെ ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. കർത്താർ നഗറിലെ ആം ആദ്മി പാർട്ടി ഓഫീസിൽ വെച്ച് ബ്രഹ്മപുരിയിൽ നിന്നുള്ള കൗൺസിലർ ഛായ ഗൗരവ് ശർമ്മയുമായി കൂടിക്കാഴ്ച നടത്തി തിരിച്ചുവരികയായിരുന്നു കനയ്യകുമാർ. മാലയുമായി എത്തിയ 8ഓളം പേരടങ്ങിയ സംഘം ഹാരമണിയിച്ചതിന് പിന്നാലെ ദേഹത്ത് മഷിയൊഴിക്കുകയും വലിച്ചിഴയ്ക്കുകയുമായിരുന്നുവെന്ന് പരാതിയിൽ പറയുന്നു. സംഭവത്തിൽ 4ഓളം വനിതാ പ്രവർത്തകർക്കും വനിതാ മാധ്യമ പ്രവർത്തകയ്ക്കും പരിക്കേറ്റിട്ടുണ്ടെന്ന് ഛായ ഗൗരവ് ശർമ്മയെ ഉദ്ധരിച്ച് NDTV റിപ്പോർട്ട് ചെയ്യുന്നു. നോർത്ത് ഈസ്റ്റ് ഡൽഹി മണ്ഡലത്തിൽ കനയ്യകുമാറിന്റെ എതിർ സ്ഥാനാർത്ഥി BJPയുടെ മനോജ് തിവാരിയാണ്. ആക്രമണത്തിന് പിന്നിൽ മനോജ് തിവാരിയുടെ അനുയായികളാണെന്ന് കോൺഗ്രസ് ആരോപിച്ചു. സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ചു വരികയാണെന്ന് ഡൽഹി പോലീസ് പറഞ്ഞു. അതേസമയം രാജ്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു രാഷ്ട്രീയ പാർട്ടിയെ അഴിമതിക്കേസിൽ പ്രതി ചേർത്ത് അന്വേഷണ ഏജൻസി. ഡൽഹി മദ്യനയ അഴിമതിക്കേസിൽ ഭരണകക്ഷിയായ ആം ആദ്മി പാർട്ടിയെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്രതി ചേർത്തത്. പാർട്ടിയുടെ ദേശീയ കൺവീനറായ അരവിന്ദ് കെജ്രിവാളും പ്രതിപട്ടികയിലുണ്ട്. കേസിൽ ഡൽഹി റൌസ് അവന്യൂ കോടതിയിൽ ED സമർപ്പിച്ച അനുബന്ധ കുറ്റപത്രത്തിലാണ് പ്രതിപട്ടികയിൽ ദേശീയ പാർട്ടിയായ ആം ആദ്മി പാർട്ടിയുടെ പേര് കൂടി ഉൾപ്പെടുത്തിയത്. കേസിൽ 8ാമത്തെ കുറ്റപത്രമാണ് ED സമർപ്പിക്കുന്നത്. മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കലാണ് ED അന്വേഷിക്കുന്നത്. കേസിൽ പ്രതിയാക്കപ്പെട്ടതോടെ വലിയ പ്രത്യാഘാതങ്ങളാണ് ആം ആദ്മി പാർട്ടിക്ക് നേരിടേണ്ടി വരികയെന്നാണ് സൂചന. ആം ആദ്മി പാർട്ടിയുടെ അംഗീകാരം റദ്ദാക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് രേഖാമൂലം ആവശ്യപ്പെടാൻ ഇനി EDക്ക് കഴിയും. പാർട്ടിയുടെ ഡൽഹിയിലെ ആസ്ഥാനം ഉൾപ്പെടെയുള്ള സ്വത്തുക്കൾ കണ്ടുകെട്ടാനുള്ള നടപടികളിലേക്കുള്ള വഴിയും ഇതോടെ EDക്ക് മുന്നിൽ തുറന്നിരിക്കുകയാണ്. കേസിൽ ആം ആദ്മി പാർട്ടിയെ പ്രതി ചേർത്ത വിവരം ED സുപ്രീം കോടതിയെയും അറിയിച്ചിട്ടുണ്ട്. അറസ്റ്റ് ചോദ്യം ചെയ്തുകൊണ്ട് അരവിന്ദ് കെജ്രിവാൾ സമർപ്പിച്ച ഹർജിയുടെ വാദം കേൾക്കുന്നതിനിടെയാണ് അഡീഷണൽ സോളിസിറ്റർ ജനറൽ SV രാജു ഇക്കാര്യം സുപ്രീം കോടതിയെ അറിയിച്ചത്. ഹവാല ഇടപാടുകാരനുമായി അരവിന്ദ് കെജ്രിവാൾ നടത്തിയ ചാറ്റിന്റെ രേഖകൾ തങ്ങൾക്ക് ലഭിച്ചതായും ED സുപ്രീം കോടതിയെ അറിയിച്ചു. കെജ്രിവാളിന്റെ ഹർജി സുപ്രീം കോടതി വിധി പറയാനായി മാറ്റിയിരിക്കുകയാണ്.